പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാഗസിൻ ഹോളാണ്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു മാഗസിൻ ഹോളിൽ ഞാനാണെങ്കിൽ യഹോവ സാക്ഷികൾ നടത്തുന്ന ഒരു മാഗസിൻ ഹോൾ ചെയ്യുകയുണ്ടായി. അപ്പം യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സഭയാണ്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് എനിക്ക് അവർ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എന്താ പറയുക വീട്ടിൽ കൊണ്ടു തന്നിട്ടുള്ള ഒരു മാഗസീനാണ് ഞാൻ അന്ന് ഹോൾ ചെയ്തത്. അപ്പം അത് അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് ഇത്തവണ വന്നപ്പം അവരൊരു രണ്ട് മാഗസീൻസ് തന്നിട്ട് പോയി. അപ്പോൾ അതെന്ന് പറയുന്നത് മുമ്പേ ഞാൻ ഹോൾ ചെയ്ത ഒരു മാഗസീൻ്റെ മറ്റൊരു ഇഷ്യൂ, അത് കൂടാതെ പുതിയൊരു മാഗസീനുമാണ് അവർ തന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അവർ ലക്കമായിട്ട് വരുന്നതാണ്. ഇപ്രാവശ്യം അവർ വീട്ടിൽ തന്നിട്ട് പോയി. അപ്പം അത് കഴിഞ്ഞ തവണ കാണിക്കാതിരുന്ന, അതിൽ കഴിഞ്ഞ തവണ ഇല്ലാതിരുന്ന ഒരു മാഗസീനാണ് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതെന്ന് പറയുന്നത് വീക്ഷാ ഗോപുരം എന്നാണ് ഈ മാഗസീൻ്റെ പേര്. ഇത് യഹോവ സാക്ഷികളുടെ ഒരു മാഗസീനാണ് വീക്ഷാ ഗോപുരം. അതിൻ്റെ അടിക്കുറിപ്പാട്ട് യഹോവയുടെ രാജ്യത്തെ പ്രസിദ്ധമാക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പഠന ലേഖനങ്ങൾ 2024 ഡിസംബർ 9 മുതൽ 2025 ജനുവരി 5 വരെ. അപ്പം ഇത് 2024 ഡിസംബറിലാണ് നമുക്കിത് തന്നിട്ടുള്ളത്. അപ്പോൾ 2024 ഡിസംബർ 9 മുതൽ 2025 ജനുവരി 5 വരെയുള്ള പഠന ലേഖനങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം വീക്ഷാ ഗോപുരം എന്നാണ് മാഗസീൻ്റെ പേര്. പിന്നെ ഒക്ടോബർ 2024 അതിൻ്റെ എഡിഷൻ, അതായത് ഏത് മാസത്തെയാണ് ഇത്, ഒക്ടോബർ 2024 മന്ത്ലിയാണ്. അപ്പം മാഗസീനാണിത്, മന്ത്ലി ആയിട്ടുള്ള മാഗസീനാണ് വീക്ഷാ ഗോപുരം. ഇതിൻ്റെയാണ്. ഇതിൻ്റെ ഉള്ളടക്കം ഒന്ന് വായിക്കുകയാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഇതിനകത്ത് എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഡിസംബർ 9 തൊട്ട് ജനുവരി 5 വരെ ഓരോ ആഴ്ചത്തേക്കുള്ള ഇതാണ് അതിൻ്റെ ഉള്ളടക്കം. ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ആഴ്ചത്തേക്കുള്ള എന്താ പറയുക പഠന ലേഖനങ്ങളാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 4 പഠന ലേഖനവും പ്ലസ് 2 ആർട്ടിക്കിളുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളടക്കം വായിക്കാം. ഈ ലക്കത്തിൽ 1924 100 വർഷം മുമ്പ്, അപ്പോൾ 1924 യഹോവ സാക്ഷികൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു റൈറ്റപ്പാണ്. അതായത് 100 വർഷം മുമ്പ് അവർ എന്താ പറഞ്ഞത് ഒഹായോ എന്ന് പറയുന്ന എന്താ പറയുക അമേരിക്കയിൽ ഒരു സ്ഥലത്ത് വെച്ച് നടന്ന അവരുടെ ഫംഗ്ഷൻ്റെയൊക്കെ അവരുടെ എന്താ പറയുക സമ്മേളനത്തിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ റൈറ്റപ്പാണ് ആദ്യമായിട്ടുള്ളത്. അതുകൂടാതെ പഠന ലേഖനങ്ങൾ ഓരോന്നായിട്ട് വായിക്കുകയാണ്. പഠനലേഖനം 1 കൊടുത്തിരിക്കുന്നത് പഠനലേഖനം 40 നമ്പർ. അപ്പോൾ ഇത് മുമ്പേ ഇങ്ങനെ 1, 2, 3 എന്നിട്ട് 40ാമത്തെ പഠനലേഖനമാണ്. 40, 41, 42, 43 അങ്ങനെ 4 പഠനലേഖനങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് അതിൻ്റെ ടൈറ്റിൽ വായിക്കാം. യഹോവ ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുന്നു, അതാണ് ഒരു പഠനലേഖനം. രണ്ടാമത്തത് ഭൂമിയിലെ യേശുവിൻ്റെ അവസാനത്തെ 40 ദിവസങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ. 3 മനുഷ്യരാകുന്ന സമ്മാനങ്ങളെ വിലമതിക്കുക. 4 സംശയങ്ങൾ എങ്ങനെ മറികടക്കാം. പിന്നെ അതുകൂടാതെ നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് ഇസ്രായേലിയരുടെ ജീവിതത്തിൽ സംഗീതത്തിന് എത്ര പ്രാധാന്യമുണ്ടായിരുന്നു, അതാണ് നിങ്ങൾക്കറിയാമോ എന്ന പങ്ക്തിയിൽ വരുന്നത്. പിന്നെ വായനക്കാരിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. അങ്ങനെ ഇത്രയും സംഭവങ്ങളാണ് ഉള്ളടക്കമുള്ളത്. അപ്പം നല്ല അടിപൊളി എന്താ പറയുക വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു മാഗസീനാണ്. ചെറിയ മാഗസീനാണ്, ലഘുലേഖ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു മാഗസീനാണ്. പക്ഷേ വളരെ കളർഫുൾ പ്രിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. നല്ല നല്ല ഫോട്ടോസും പിക്ചേഴ്സൊക്കെ നല്ല ഭംഗിയുള്ള കളറായിട്ടുള്ള. ഇപ്പോൾ യഹോവ സാക്ഷികൾ രോഗക്കിടക്കയിൽ കിടക്കുന്ന ആൾക്കാർക്ക് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നു. അതായത് ഞാൻ ഉദ്ദേശിച്ച ഫോട്ടോയുടെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കാണിച്ചത്. വളരെ ഫോട്ടോയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള. അപ്പോൾ ഇതാണ് ഒരു മാഗസീൻ, വീക്ഷാ ഗോപുരം എന്ന് പറയുന്ന യഹോവ സാക്ഷികളുടെ ഒരു മാഗസീൻ. ഇത് കൂടാതെ മറ്റൊരു മാഗസീൻ ഞാൻ കഴിഞ്ഞ തവണ കാണിച്ച മാഗസീൻ്റെ മറ്റൊരു ഇഷ്യൂ ആണ്. ഇത് ഉണരുക എന്നാണ്, അവേക്ക് എന്നാണ് ഈ മാഗസീൻ്റെ പേര്. ഇത് യഹോവ സാക്ഷികളുടെ മെയിൻ മാഗസീനാണ്. ഏകദേശം 40 or 50 ലാംഗ്വേജുകളിൽ തർജ്ജമ ചെയ്യപ്പെടുന്ന മാഗസീനാണ്. ദുഃഖിതർക്ക് ആശ്വാസവും സഹായവും എന്നാണ് ഇതിൻ്റെ കവർ സ്റ്റോറി. ദുഃഖിതർക്ക് ആശ്വാസവും സഹായവും എന്നുള്ളതാണ് കവർ സ്റ്റോറി. ഉള്ളടക്കം പേജാണ്. ഇതാണ് ഉള്ളടക്കം. വളരെയധികം മറ്റേ വീക്ഷാ ഗോപുരം പോലെ തന്നെ വളരെയധികം കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള മാഗസീനാണ്. ലഘുലേഖ ടൈപ്പ് ചെറിയ ഇതാണ് ഉള്ളടക്കം. ഉള്ളടക്കം വായിക്കാം. 1, 2, 3, 4 5 ആർട്ടിക്കിളേ ഉള്ളൂ. 1 വേർപാടിൻ്റെ വേദനയുമായി, അതാണ് 1ാമത്തെ ആർട്ടിക്കിൾ. എന്തു പ്രതീക്ഷിക്കണം, അതാണ് 2ാമത്തെ ആർട്ടിക്കിൾ. 3ാമത്തെ തളരാതെ മുന്നോട്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനാകുന്നത്. 4ാമത്തെ ഏറ്റവും വലിയ സഹായം, അതാണ് 4ാമത്തെ. 5ാമത്തത് ദുഃഖിതർക്ക് ആശ്വാസവും സഹായവും. അപ്പം ഈ ഒരു പ്രാവശ്യം, അതായത് ഈ ഒരു ഇഷ്യൂ, അതായത് ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നവംബറാണ്. നവംബർ 2018 ഇഷ്യൂ ആണ് തോന്നുന്നു. അവരങ്ങനെ എഴുതിയിരിക്കുന്നു. ഇഷ്യൂ 3 നവംബർ
ഒരു ഡിസംബർ 2018. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഉണരുക എന്ന് പറയുന്ന മാഗസീൻ അവരുടെ ഒരു എന്താ പറയുക യഹോവ സാക്ഷികളുടെ ഒരു മെയിൻ കവർ മാഗസീനാണ്. അപ്പോൾ അവരുടെ ഒരു മെയിൻ അപ്പോൾ ഇത് എന്താ പറയുക ഒരുപാട് എന്ന് വെച്ചാൽ ഇത് ആൾറെഡി അമേരിക്കയിൽ നിന്നാണ് എൻ്റെ ഉത്ഭവം. എന്നിട്ട് അത് തർജ്ജമ ചെയ്ത് പല പല ലാംഗ്വേജിലോട്ടാക്കും. അപ്പോൾ ഇത് 2018 ഡിസംബർ നവംബർ ഇഷ്യൂ ആണ്. പക്ഷേ ഇതിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ അറിയാലോ നമ്മളുടെ എന്ന് വെച്ചാൽ ആനുകാലികങ്ങളിൽ വരുന്നത് പോലെയുള്ള എന്താ പറയുക അന്നെന്നുള്ള കാര്യങ്ങളല്ല, ഇത് ആത്മീയമായ കാര്യങ്ങൾ എന്നേക്കുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റിലവൻസ് മാറുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കവർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ദുഃഖിതർക്ക് ആശ്വാസവും സഹായവും എന്നുള്ളതാണ് കവർ സ്റ്റോറി. അതുമായിട്ട് ബന്ധപ്പെട്ട ഈ മെയിൻ ആർട്ടിക്കിളും പ്ലസ് അതുമായിട്ട് ബന്ധപ്പെട്ട 4 ആർട്ടിക്കിളുമാണ്. എങ്ങനെയാണ് എന്താ പറയുക ദുഃഖിതർക്ക് എങ്ങനെയാണ് യഹോവ സാക്ഷികൾക്ക് എങ്ങനെയാണ് അവർക്ക് ആശ്വാസം പകരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഇതാണ് ഉണരുക എന്ന് പറയുന്ന മാഗസീൻ. ഇതേ മാഗസീൻ്റെ മറ്റൊരു ഇഷ്യൂ ആണ് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത മാഗസീൻ ഹോളിൽ കാണിച്ചിട്ടുള്ളത്. ഈ മാഗസീന് മറ്റൊരെണ്ണം, പിന്നെ കൂടാതെ പുതിയൊരു മാഗസീൻ കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്, വീക്ഷ ഗോകുൽ. അപ്പോൾ ഇനി ഇതുപോലെ യഹോവ സാക്ഷികൾ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ഇതുപോലെ മാഗസീൻസ് ഒക്കെ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും. ഈ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് എവർക്കും നന്ദി.